ഇപ്പൊ ടീച്ചറിൽ ചെയ്യുന്ന സമയത്ത് കല്യാണി ക്യാരക്ടർ അതിനകത്ത് ചേച്ചിക്ക് തോർത്ത് വേണമെന്ന് ചേച്ചി വാദിച്ചാണ് തോർത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതേപോലെ തോർത്ത് വാങ്ങിക്കുമെന്ന് വിചാരിച്ചായിരിക്കും അവര് പറയാത്തത്. അല്ലല്ല ഞാൻ ആ സിനിമ പോയി കാണുകയും കുഴപ്പമില്ലാത്ത ക്യാരക്ടറായിരുന്നു. അല്ല അങ്ങനെ വലുതായിട്ടൊന്നും അത് മേ ബി കട്ട് ചെയ്ത് പോയതായിരിക്കും. നമുക്കറിയാലോ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യമല്ല പറയുന്നത്. പാൻ ഇന്ത്യൻ ലെവലില് ഉള്ള അന്യഭാഷയിലുള്ള സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ മിക്കവാറും സൈഡായിട്ട് പോകുന്നവരുടെയൊക്കെ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളൂ. ലെങ്ത് അങ്ങനെ പോയതാവാം, എനിക്കറിയില്ല. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇത്ര ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. അതില്ല, നമുക്ക് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചില സമയത്ത് ലൈഫ് എന്ന് എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവെക്കുക. ചിലപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പലതരത്തിലുള്ള നിർവചനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കാമുകിയുടെ മണമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. അതേപോലെ ലൈഫ് എന്ന് ചേച്ചിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ചേച്ചി എന്റർടൈൻ ചെയ്യുന്ന ഒരു വഴി ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു ഷോപ്പിംഗ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ചേച്ചിയുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ ചേച്ചിക്ക് ലൈഫ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരിക? ലൈഫ് എന്ന ഇത് മനസ്സിൽ വരുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് മനസ്സമാധാനം. അത് വേണം, എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. അതാണ് ലൈഫിൽ എനിക്ക് ആദ്യം വരുന്നത്. പിന്നെ ഒരു ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. പക്ഷെ വെരി ഫസ്റ്റ് വരുന്നത് എൻ്റെ അമ്മയും മോളുമായിരിക്കും. എൻ്റെ മകൾ, എൻ്റെ അമ്മ, അവരാണ് എനിക്ക് എല്ലാം. എൻ്റെ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഏറ്റവും വലിയ വെൽ വിഷേഴ്സ്, മോട്ടിവേറ്റ് ചെയ്യുന്നവർ ഒക്കെ അവരാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ സിസ്റ്ററിനെ പോലെ കരുതുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ, എന്നാലും വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. കുറച്ചധികം ഉണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഒരു 10ഓ 20ഓ, അതിനപ്പുറത്തേക്ക് എനിക്ക് ആൾക്കാരില്ല. ചേച്ചി ഇപ്പൊ തകൃതിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പിന്നെ പ്രൊഫഷൻ കേട്ടോ, പ്രൊഫഷൻ നോക്കണം. ഒരു ദിവസം വൃത്തിയായിട്ട് കിടന്നുറങ്ങണമെന്ന് തോന്നുകയാണ് ചേച്ചിക്ക്. ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റില്ലായിരിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ ഉറക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ കുറേ ദിവസം ഓടാനുള്ള ഊർജ്ജമായിരിക്കും. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ സ്വാതന്ത്ര്യം കിട്ടുമോ? അതിനുവേണ്ടി ചേച്ചി സമയം കണ്ടെത്തുമോ? അത് ചേച്ചിക്ക് പക്ഷേ പിറ്റേ ദിവസം സ്ട്രെസ് ഉണ്ടാക്കുമോ? എങ്ങനെയാ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ ഓഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ? ഇല്ല, ഞാൻ ഓഫ് എടുക്കാറുള്ള ആളാ. അതായത് ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പല പല സ്ഥലങ്ങളിൽ. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ചിലപ്പോൾ അതൊരു അമ്പല ദർശനമായിരിക്കാം, ചിലപ്പോൾ ഗോവയിലേക്കായിരിക്കാം. അത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 months 3 monthsനകത്ത് തന്നെ ഞാൻ ഒരു ട്രാവൽ ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പോയിട്ട് വന്നേ ഉള്ളൂ, ഇറ്റലി. അതെനിക്ക് എന്നെ സംബന്ധിച്ച് മോളെ കാണുക എന്നത് ആണ് മെയിൻ. എങ്കിലും എനിക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു 10-12 ദിവസം എനിക്ക് മോളുടെ അടുത്ത് നിൽക്കാനുള്ള, ഞാൻ ഫോണും ഒക്കെ ഞാൻ വാട്സപ്പ് അല്ലാതെ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതും ഒക്കെ എനിക്കതൊരു റിലാക്സേഷനാണ്. എൻ്റെ അമ്മ പറയും, ഈ തിരിച്ച് നമ്മൾ വരുമ്പോഴേ, അതായത് എന്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാം, പഴയ കുരുടി കഥകതുറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഞാനെല്ലാം കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് പറയും, പഴയ കുരുടി കഥകതുറ, നാളെ മുതൽ വീണ്ടും. പിന്നെ നമുക്കതൊരു ഊർജ്ജമാണ്. അതിപ്പോ ഒരു 10-12 ദിവസം വേണമെന്നല്ല, ഒരു 3 to 5 days കിട്ടിയാലും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിലാകെ എനിക്ക് 2 ഫ്രണ്ട്സേ ഉള്ളൂ. ഗേൾസില് രശ്മി ബോബൻ, ശ്രീലക്ഷ്മി പൊരുത്തം ഒക്കെ, ശ്രീലക്ഷ്മി, ഇവർ 2 പേരുമായിട്ടാണ് ഞാൻ ട്രാവൽ. പിന്നെ രചന, സരയു, സ്വാസിക, ദേവി, ഇത്രയും പേരാണ്. ഒരു ഗ്രൂപ്പുകളാണ്. ഇപ്പൊ ഞാൻ ഏപ്രിലിൽ ഭൂട്ടാൻ പോവുകയാണ്. അപ്പൊ ഭൂട്ടാൻ പോകുന്നത് ഞാൻ, രചന, സരയു, രശ്മി, ശ്രീലക്ഷ്മി. സ്വാസിക ഉണ്ടായിരുന്നു. സ്വാസികയുടേത് ക്യാൻസലായി ഇന്നലെ, ബിക്കോസ് സ്വാസിക വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാൻസലായി. അപ്പൊ അതൊരു വേറൊരു ഇതാണ്. ആ വൈബല്ല ഞാൻ എൻ്റെ പുറത്തുള്ള കുറച്ച് ഡിംപിൾ, മായ, ദേവി, കാർത്തിയൻ ചേച്ചി, അത് വേറെ വൈബാണ്. ഇല്ല, ഞാൻ ഈ പറഞ്ഞ ആൾക്കാരില്ലേ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും എല്ലായിടത്തും പോകുന്നതാ. ഞങ്ങള് കഴിഞ്ഞ ഞാനും രചനയും സരിയും അത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തെ പോകുമ്പോ സെറ്റും കൊണ്ട് ചുരിദാറായിട്ട് പോകും. മറ്റടുത്ത് പോകുമ്പോ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള മൂഡ് മാറി വൈബായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം. അല്ലാതെ എനിക്ക് ഞങ്ങള് ഗോവയിൽ സാരി എടുത്ത് പോയ ആൾക്കാരുണ്ട്. ഡ്രസ്സിലല്ല നമ്മുടെ എൻജോയ്മെന്റ്.
നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറി അല്ല. നമ്മുടെ ട്രാവലിനും കംഫർട്ടാണ്. ശരിയാണ്, ഡ്രസ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പം നമുക്കൊന്നും ശീലമില്ല, സാരിയൊക്കെ ഡെയിലി ഉടുത്തൊന്നും ശീലമില്ല. അപ്പം നമ്മൾ ലൂസായിട്ടുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമായിരിക്കും. പക്ഷെ സാരി ഉടുത്തു എന്ന് വെച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റായ കാരണം. അത് തെറ്റാണ്. സാരിയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സാരി ഞങ്ങൾക്ക് എൻജോയ് ഇന്ന് ഈ ഡ്രസ് ഇട്ടോണ്ട് വരുമ്പോ ചേച്ചിക്ക് ഒരു കമന്റ് കിട്ടി. അയ്യോ ശരസാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരത്തേട്ടാ, അറിയാതെ ഈ മാമാവിന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞു പോയി. നമ്മളതെങ്ങനെയാണല്ലോ, അത് ആദ്യം ഓർത്ത് വെച്ചിരിക്കും. ശരത്തേട്ടൻ ഇതാണ് പറഞ്ഞത്, കൊള്ളാം, നല്ല ഡ്രസ്സ്, നിങ്ങൾക്കില്ലാത്തത് ഈ ഡ്രസ്സിനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താട്ടാ? ഡീസൻസി, വൃത്തികെട്ടവൻ. ചേച്ചി ഈ ടൈമിലാണ് ചേച്ചിയുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടെ ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതൊരു കുറച്ചുകൂടെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? എനിക്ക് തന്നെ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴുണ്ടല്ലോ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ അത് നമുക്കൊരു രസമാണ്. അത് നമുക്കതൊരു പുതുമ തോന്നുന്നുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചൂസ് ചെയ്യേണ്ടത്? ഞാൻ ചൂസ് ചെയ്യുന്ന കംഫർട്ടാണ്. എന്റെ കംഫർട്ട്, അതിപ്പോ സാരി ആയാലും ജീൻസും ടോപ്പ് ആയാലും ഷോർട്സ് ആയാലും എന്തായാലും എനിക്ക് കംഫർട്ടാണെന്ന് തോന്നി ഞാൻ ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് സ്ലീവ്ലെസ് കംഫർട്ട് അല്ല, ബിക്കോസ് സ്ലീവ്ലെസ് ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ കൈക്ക് കുറച്ച് വണ്ണക്കൂടുതലാണ്, അത് സ്ലീവ്ലെസ് ഇട്ടാൽ ചേരില്ല. അത് ഗ്ലാമറിനെക്കാട്ടിലും ചിലപ്പോൾ വൾഗാരിറ്റി തരും. അതുകൊണ്ടാണല്ലോ ഞാൻ തോർത്ത് വേണമെന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഞാൻ ചില ആൾക്കാർക്ക് അറിയില്ല, ഞാൻ ടീച്ചർ എന്ന സിനിമയില് ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ബ്ലൗസും മുണ്ടും മാത്രമായിരുന്നു, തോർത്ത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു, എനിക്ക് തോർത്ത് തോന്നുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയാണ് മെയിൻ ഞാൻ എൻ്റെ വണ്ണം കുറച്ചത്. എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ പരമാത്മാവാണെന്ന് പറയാം. എൻ്റെ ഭയങ്കരമായി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് ആൾക്കാർ എൻ്റെ സൈഡിലെ ലൈഫ് എന്ന് എഴുതുമ്പോൾ അതെ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലാണ് ലക്ഷ്മി മനീഷ്. പലർക്കും അറിയാം ഇപ്പോൾ ലക്ഷ്മിയെ. അപ്പോൾ ലക്ഷ്മിയാണ് എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഡ്രസ്സ് മാറ്റാനായിട്ട് എൻ്റെ മോള് സ്റ്റൈലിസ്റ്റാണ്, ഐ മീൻ പഠിക്കുകയാണ് ഫ്ലോറൻസിൽ ഫാഷൻ സ്റ്റൈലിങ്. അവളും കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എങ്കിലും അവളുടെ സ്റ്റൈല് നമുക്ക് പറ്റത്തില്ല. അവളുടെ സ്റ്റൈലിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട്. ചേച്ചി അവളുടെ പക്ഷത്തല്ലേ? ഞാൻ അവളുടെ പക്ഷത്താണ്. പക്ഷെ ആ സ്റ്റൈല് ചേച്ചിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, പക്ഷെ അവള് മോഡേൺ ആണ്, അവൾ അതാ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ, ഇപ്പോഴത്തെ ജനറേഷന്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അത്. പക്ഷെ അവരുടെ കയറിന്റെ അറ്റം നമ്മുടെ കയ്യിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചോദിക്കണം, അത് കൊച്ചിന്റെ അടുത്ത് ചോദിക്കണം, കയറിന്റെ അറ്റം വേണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു നല്ല കുഞ്ഞാണ്. കാരണം വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെ ലവബിൾ ആണ്, ഭയങ്കര. അത് ചെറുപ്പത്തിലേ മുതലേ അത്. കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു 10 വയസ്സ് വരെ ഞാനൊരു 2 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഷൂട്ടിന് പോയി തുടങ്ങിയതാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷൂട്ടിന് പോയത്. അത് പിന്നെ അവൾക്ക് യൂസ്ഡ് ആയിട്ടായിരിക്കണം അവള് എന്നെ കാണണമെന്ന് പറഞ്ഞ് കരയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അവള് ചെയ്തിട്ടില്ല. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ വൈകുന്നേരം വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര ചങ്കുവേദനയാണ് കേട്ടോ. നോക്കി വന്ന് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ചാട്ടമുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ഫീലാ. അപ്പം പിന്നെ എന്റെ അടുത്തുനിന്ന് ഇറങ്ങില്ല. ഞാൻ സത്യം പറഞ്ഞ അവളെ വച്ചാ ഞാൻ കുളിക്കുന്നത്. ആ ചെറുപ്പത്തില് അവളെ വയ്ക്കും. കാരണം ബാത്റൂം കുറച്ചൊരു സൈഡില് ഒരു മറ്റേ ഇതിൽ ഇരുത്തിയിട്ട് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് അതുവരെ അവള് വളരെയധികം മനസ്സിലാക്കിയ ഒരു കുഞ്ഞാണ്. ആ ഒരു മനസ്സിലാക്കൽ അവള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും അവള് ഫോൺ ചെയ്തൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ കയ്യില് പൈസ ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് അവളുടെ ആവശ്യങ്ങൾ പറയുള്ളൂ. അമ്മ എനിക്ക് ഇത്രയും കാശ് വേണം, അമ്മയുടെ കാശുണ്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം അവൾ വളരെ ക്ലിയർ ആണ്. വളർത്താൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള